ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു വാഴക്കൂമ്പ് മേടിച്ച് നമ്മളിന്ന് ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാനിത് കുറച്ച് നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് നമ്മുടെ മോരും വെള്ളത്തിൽ ഇട്ട് നനച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് മോരും വെള്ളത്തിൽ ഇടുന്ന ശേഷം നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചിട്ട് കടുകും കൂടി ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ കൂടെ കടുക് പൊട്ടിയ ശേഷം അതിൻ്റെ കൂടെ ചെറിയ ഒരു സവോള അരിഞ്ഞ് ഇടണം. സവോള ഉണ്ടെങ്കിൽ സവോള, അല്ലെങ്കിൽ നമുക്ക് ചെറുള്ളി അരിഞ്ഞിട്ടാൽ സ്വാദിച്ച് കൂടും. ഞാനിവിടെ ഒരു സവോളയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ വറ്റൽമുളക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. ഇത് കുറച്ച് നേരം നല്ലോണം വഴറ്റിയ ശേഷം നമ്മൾ ഈ മോരും വെള്ളത്തിൽ ഇട്ട് നനച്ച് വെച്ചിരിക്കുന്ന അത് നന്നായിട്ട് കഴുകിയെടുത്ത് കുറച്ചായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കണം. അതിന് മുമ്പ് ആദ്യം നമ്മൾ ഈ സവോള നന്നായിട്ട് വഴണ്ട ശേഷം ആണ് നമ്മൾ കഴുകി വെച്ച നമ്മുടെ വാഴക്കൂമ്പ് എടുത്ത് ഇതിന് ഇടാനായിട്ട്. അപ്പോൾ നല്ലോണം വഴന്ന് വരട്ടെ ആദ്യം. ഓക്കെ, ഇത് ഇപ്പോൾ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴുകി വെച്ച വാഴക്കൂമ്പ് എടുത്തിടാനായിട്ടുള്ള സമയമായി. വേണമെങ്കിൽ ഈ സമയത്ത് എനിക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. സവോള നന്നായിട്ട് വഴണ്ട് വന്ന് അപ്പോൾ നമ്മൾ കഴുകി വെച്ച ഈ വാഴക്കൂമ്പ് നന്നായിട്ട് പിരിഞ്ഞെടുത്ത് കുറച്ചായിട്ട് എടുത്ത് അതിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ അഴുക്കുമ്പോൾ പിന്നെ അതിൻ്റെ എന്തെങ്കിലും ചുവയൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും. നമ്മൾ അരിഞ്ഞിടുമ്പോൾ കുറച്ച് കറുത്ത നിറത്തിലായിരിക്കും വാഴക്കൂമ്പ് ഉണ്ടാവുക. ഇത് മോരും വെള്ളത്തിട്ട് കൈയെടുക്കുമ്പോൾ ഇച്ചിരി നല്ല ആ കറുപ്പിങ്ങളൊക്കെ മാറിയിട്ട് അഴുക്കൊക്കെ പോയിട്ട് നല്ല വൃത്തിയായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോരും വെള്ളത്തിൽ ഇടുന്ന. അപ്പോൾ ഈ സമയം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സവോള വഴറ്റുന്ന സമയത്ത് നമുക്ക് ഉപ്പിടാം. ഞാൻ ആ നേരത്തെ ഉപ്പിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലോണം കുറച്ച് നേരം വഴറ്റിയെടുക്കണം. ഇങ്ങനെ കൈവിടാതെ കുറച്ച് നേരം വഴറ്റിയെടുക്കുക. ഈ സമയം കൊണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു തേങ്ങ അരപ്പും റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇത് നല്ലോണം വഴണ്ട ശേഷം സൈഡിൽ വഴറ്റിയ ശേഷം നമ്മൾ മിക്സി ജാർ എടുത്ത് അതിൽ ഇച്ചിരി തേങ്ങ അരിഞ്ഞതും ജീരകം, മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് പിന്നെ വെച്ചൊരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വാഴക്കൂമ്പിൻ്റെ കൂടെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഇതിങ്ങനെ കുറച്ച് നേരം നല്ലോണം ഇത് മിക്സായി തേങ്ങ കൂട്ടിൻ്റെ കൂടെ നല്ലോണം മിക്സായ ശേഷം നമ്മൾ ഈ പൊത്തി വെച്ച് ഇച്ചിരി നേരം അടച്ച് വേവിക്കണം. ആദ്യം നന്നായിട്ട് ഈ തേങ്ങ കൂട്ട് വന്നിട്ട് ഈ വേവിച്ച് വെച്ച് വാഴക്കൂമ്പിൻ്റെ കൂടെ നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മളിങ്ങനെ പൊത്തി അടച്ച് വെച്ച് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മുടെ വാഴക്കൂമ്പിൻ്റെ തോരൻ റെഡി. ഞാനിത് ചോറിൻ്റെ കൂടെ കഴിച്ചത് നല്ല സ്വാദായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഗൈസ്. See you in the next video. Bye.